ഹലോ, അപ്പം നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഇന്ന് ഞാൻ കുറേ കാലമായി ഒരു ട്രിപ്പാണ്. വലിയ ട്രിപ്പല്ല, ചെറിയ ട്രിപ്പ്, ഒരു വൺ ഡേ ട്രിപ്പ് പോവാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താവുമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനൊക്കെയും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഒരാളും കൂടി ഇട്ടിട്ട് നമ്മൾ വഴിയിൽ നിന്ന് ഒരാളും കൂടി നമുക്ക് കയറും. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ആൾക്കാർ പറയും വീട്ടിലൊന്നും ഇരിക്കാണ്ടല്ലേ എനിക്കിതൊക്കെ വന്ന് ഇക്കാടെ പുതിയ എന്റെ പുതിയല്ലേ ഗൈസ്. എനിക്ക് തൊഴിൽ തന്നില്ല. എവിടെയെങ്കിലും പോവാ വീട്ടിൽ ഇരിക്കല്ലേ എന്ന് പറഞ്ഞാണ് ഞങ്ങളിപ്പോ പോണത് കേട്ടാ. അല്ലാണ്ട് എന്റെ ഇതുകൊണ്ടല്ല ഞാൻ പോണത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കാം. ഒരാളും കൂടി ഉണ്ട് നമ്മുടെ കൂടെ. ചാട്ടിത്തരാം. സർപ്രൈസ് ഒന്നല്ല. പുറത്തൊക്കെ നല്ല പുകണ്ട്. വീടിന്റെ അവിടെ 2 കിലോമീറ്റർ ആയിട്ടില്ല. തുടങ്ങി മഞ്ഞ് വിശക്കുണ്ടോ? അവിടെ പോയിട്ട് കണ്ണി കണ്ടൊന്നും മേടിച്ചില്ല. ഫോണിന്റെ പണിയൊക്കെ ഇപ്പൊ കഴിഞ്ഞിരുന്നു. നമ്മുടെ ഉറപ്പിക്ക് ഇതൊന്നും ഉറപ്പിക്കാത്ത ഫോൺ നല്ല ബ്രേക്കുള്ള ഫോണാണ്. ഇതൊക്കെ ചെയ്താണല്ലോ ഇപ്പൊ ചെയ്തതാണല്ലോ ഇപ്പൊ താഴത്ത് ഫോൺ പോയത്. ഇതാക്കുന്ന വണ്ടി നിർത്തിട്ടുണ്ട്. എന്ത് സാധനം നോക്കിയത്. താക്കിയുള്ള ഇത് പറയാ ഇനി തലകുത്തി താഴത്ത് വീഴും. അത് കാലാവധി പക്ഷേ കാലാവധി അത് നിൽക്കാത്ത ജർക്കുമ്പോ വീർന്നതാണ്. ട്രാക്ടറിലാണ് പോണേ ജർക്ക് ചെയ്യാൻ. നിന്റെ വണ്ടിയുടെ ട്രാക്ടർ എളിഞ്ഞിരുന്ന് പോവും വേണം. പറയാത്ത കുറ്റമില്ല. കാറ് മാറ്റട്ടെ നമുക്ക്. വായിലൊന്നും വരുന്നില്ലല്ലോ. ആര് മോനായാലും എന്താ, അമ്പാരിയുടെ മോൻക്ക് മാത്രമേ കാർ മാറ്റാൻ പറ്റുള്ളൂ. നമുക്ക് കാർ മാറ്റാൻ പറ്റില്ലേ? എനിക്ക് ഈ വണ്ടി എന്നും വഴി കിടക്കും. എന്നും വർഷാപ്പില്ല. അത് ക്ഷമിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വരുമോ? നല്ലത് ഞാൻ പോയിട്ട് വരാന്നില്ല മതി. വേണ്ട, അതാ പറഞ്ഞൂലേ അവരോട് നെല്ലിയാമ്പതിക്ക് പോകാന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നില്ല. വീട് നോക്കുമ്പോ പറഞ്ഞു ഹലോ നമ്മൾ ഇന്ന് പോകുന്നത് നെല്ലിയാമ്പതിക്കാണ്. സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അന്ന കണ്ടപ്പോ തന്നെ ചാടിയില്ലോ. അങ്ങനെ എടുക്കണം. എന്നിട്ട് ബാക്ക് കൂടെ വണ്ടിക്ക് പോയാ മതി. എന്തിന്റെ പറ്റിയില്ലേ? ഇല്ല, അല്ലെങ്കിൽ എല്ലാ കുട്ടികളും എന്റെ അടുത്ത് പോയി ഇക്കാലത്ത് കൂട്ടത് തിരിച്ചത്. ആ ഇല്ല
കുടിച്ചോളെ. നല്ല മൂക്കുത്തി ചോറൊന്നും Guys, ഇതാണ് ഇപ്പൊ നമ്മുടെ പോത്തുണ്ടി ഡാം. ഇവിടെ വന്ന ഐസ്ക്രീം ഒക്കെ തിന്നാം. പട്ടിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഡാമിൽ കയറുന്നില്ല. എനിക്ക് ഡാം കാണാൻ ഇഷ്ടമല്ല. അങ്ങനെ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിലേക്കാണ് പോകുന്നത്. ഇത് ഇതിലെ വരുന്ന ചേട്ടാ നമ്മുടെ ഇത് കാശിക പരിപാടി പരിപാടി നമ്മുടെ മറ്റേത് കുളിക്കാൻ മാത്രം വേഗം പൊട്ടിച്ചിട്ടിട്ട് കാര്യം കഴിക്കും. സെറ്റ് ചെയ്യണമെങ്കിൽ സമയം എത്ര എന്തുട്ടാ ഈ സാധനമൊക്കെ ഒരു വെറുതെ ഭക്ഷണം ഫുഡ് ഉണ്ടായിരുന്നു. നിനക്ക് നാവില്ലേ? എന്റെ ഒരു കാര്യങ്ങൾ അറിയാത്ത പോലെ വർത്താനം നാവ് തുറന്നു കഴിഞ്ഞാ നാവ് തുറക്കാറില്ല. ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയാൽ ഞാൻ പറയുന്ന സ്ഥലത്ത് എന്റെ അല്ല എന്റെ ബ്രെയിൻ പറയുന്ന സ്ഥലത്ത് എന്റെ കൈയും കാലെത്തി കഴിഞ്ഞാൽ ഞാൻ ഓക്കെ. ഞാൻ പറയണെങ്കിൽ വണ്ടി ഓടിക്കാം. നമുക്ക് നെല്ലിയാമ്പതി പോണ്ടേ? ഒറ്റയടിക്ക് കയറാലോ. ആകാശത്തേക്ക് പോവാം. പിന്നെ നമുക്ക് ഉണ്ണിക്കണ്ണന് മറ്റെല്ലാം വേണം. എന്നിട്ട് അതൊന്നും ചെയ്യില്ല. +2 പഠിക്കാൻ സർട്ടിഫിക്കറ്റ് വേണം. സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ ലൈസൻസ് വേണം. ലൈസൻസ് ഉണ്ടാക്കി. എല്ലാം ചെയ്യണില്ലേ? വേറെ എന്തോ ഒരു കോഴ്സ് പഠിക്കാൻ പോയിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് നിനക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതൊന്നും ഞാൻ പഠിച്ചത് ഇക്കൊക്കെ എന്നെ ഇതാക്കി ഓടിച്ചൊക്കെ എടുക്കോ. ഞാൻ എടുത്തു ഒറ്റതിലെടുത്തു. അന്ന് നീ വണ്ടി ഓടിച്ചു വണ്ടി ഇപ്പൊ ഓടിക്കാൻ പറ്റില്ല. കാരണം എടുക്കിയതില്ല. ഓടിക്കാതെ ഞാൻ വിചാരിച്ച ഞാൻ ഓടിക്കും. പക്ഷെ ഇപ്പൊ പറ്റില്ല. നമ്മള് അല്ല ഇപ്പൊ പോവാ എന്തായാലും എനിക്ക് ഓടിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്റെ മൈൻഡ് ഓക്കെ അല്ല. വണ്ടി ഓക്കെയാണ്. വണ്ടി കാര്യമില്ലല്ലോ. ഇതിപ്പോ നേരെ പോയിട്ട് അങ്ങനെ റോഡ് വെച്ച് അങ്ങനെ ഓളത്തിൽ പോട്ടെ. താമരശ്ശേരി ചുരം ഇല്ല അങ്ങനെ വെക്കാൻ പറ്റില്ല. അത് നല്ല റോഡാ. ഒരു വണ്ടി പോലും ഇല്ല. എന്തായാലും ഞാൻ പഠിക്കും. എന്റെ മരുന്നിനെ കുറിച്ച് നിർത്തിക്കോട്ടെ. അപ്പൊ ഞാൻ സ്ഥിരോട് തിന്നണ്ടേക്കാ. സ്റ്റിറോയിഡ് തിന്നല്ല, ഗുളിക കഴിക്കുക. ഇക്കാക്ക് വേണം കുറച്ച്. കുട്ടീനെ പൊതിഞ്ഞുകൊണ്ടോ. എന്ത് കോഴികളാണ് നിക്കണേ. മയിലുകളാണ്. 1 2 3 4 എല്ലാത്തുമ്പോഴുണ്ടല്ലോ മയിൽക്കുട്ടികളാണ്. ഇവിടെ ആണെങ്കിൽ തോന്നാട്ടതില് പണ്ട് സ്കൂളിൽ ചെയ്തിരുന്നു. എങ്ങടെ പോണേ? അവിടുത്തെ വീട് എടുക്കാന്ന്. ആ മലയുടെ മുകളിൽ അവളെ പോയിട്ട് തിരിച്ചു വരുമ്പോ വീട്ടിലെത്തുമ്പോ നോക്കിയോ മറ്റേ കോഴിക്കുട്ടി പോലെ മുക്കൊക്കെ വീങ്ങി ചുമച്ചേ രസം കാണാൻ. നിർബന്ധപ്രകാരമാണ് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ ഇക്കാൻ ഉത്തരവാദി. എനിക്ക് എന്തോ വന്നാലും ഇക്കാൻ ഉത്തരവാദി. പാവല്ലേ വിചാരിച്ച് ഇങ്ങനെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവാ വിചാരിച്ച് കൊണ്ടുപോകാൻ നോക്കിയപ്പോ പറയണത് വയ്യാതെ വന്ന ഞാൻ കുറ്റക്കാരൻ. ഒരു ട്രിപ്പ് പോണം. ഒരു 4 days 5 days ഇവിടെ നിന്ന് മാറി നിൽക്കണം. തമിഴ്നാട് കൊണ്ടല്ലോ 10 ദിവസം നിന്നിട്ട് പോകുന്നുള്ളൂ. അതല്ല അതൊക്കെ ആ പോക്കല്ല. ഒറ്റയ്ക്ക് എനിക്ക് സമാധാനം വേണം. അവിടെ സമാധാനം കുറവുണ്ടായിരുന്നു. റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കലായിരുന്നു. 10 ദിവസം പോയിരുന്നില്ലേ? കണ്ടല്ലോ കൂടെ. ഒറ്റയ്ക്കൊന്ന് പോയിട്ട് വാ കാണട്ടെ. ഞാൻ ഈ ചേട്ടൻ പോണ്ട്. ആ ചേട്ടനോട് സൈക്കിൾ ഓടിക്കാവുന്നുണ്ടെങ്കിൽ ഞാൻ പോയിരുന്നു ബാക്കിൽ സൈക്കിളിൽ. അതല്ല അത് ഓടിക്കണ്ടേ. കാലോണ്ടാക്കണ്ട. അതുകൊണ്ട് അതന്നെ പോവും. കുറച്ച് കിലോമീറ്റർ പോകും. ശരി കിട്ടാൻ പറ്റുക. ഞാൻ അങ്ങനത്തെ വല്ലതും ഇതാക്കിയാലോ ആലോചിക്കാം. എനിക്ക് നോക്കണ്ട. ഞാൻ നോക്കിക്കൊണ്ട് കണ്ടുപിടിക്ക്. നമ്മൾ ഇവിടെ വണ്ടി നിർത്തി
നമ്മുടെ പേരും ഡീറ്റെയിൽസും കൂടെ കൊടുക്കണം. എന്നാലും ഒരു മുളക് കയറ്റുള്ളൂ. അങ്ങനല്ല, ആദ്യം അവിടെ പോയിട്ട് പറയണം. ഫോട്ടോ ഒക്കെ എടുക്കണ്ടല്ലോ അവര്. ഫോട്ടോ എടുക്കണ്ടപ്പോ അതിന് വല്ല ബ്ലോഗർമാരാണോ? തമിഴ്നാട് ടീംസ്. നമ്മുടെ ചേട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോകുന്നുണ്ട്. ഗൈസ് പണി പാടി കയറ്റി വിടുന്നില്ല നിലമതിക്ക്. എന്തായി? അവിടെ മഴ പെയ്തോണ്ടിരിക്കാത്ര, പിന്നെ മരങ്ങൾ വീണിട്ടും കല്ലും ഒക്കെ വീണിട്ട് കളക്ടർ ഓർഡർ ഇട്ട് കത്തറ. എന്നല്ല കുറച്ച് ദിവസത്തേക്ക് ഇനി നോ എൻട്രി ഫോർ ടൂറിസ്റ്റ്. മുന്നേ ടി വി പറയാനില്ലേ വാർത്തകളൊക്കെ? ഇന്നത്ര ഇന്നോട്ടിട്ടാ. എന്താണ് ചിലവർക്ക് പോകണ്ടല്ലോ. അത് ഫോറസ്റ്റാ പോണത്. അപ്പൊ നമ്മളിഞ്ഞ് വന്നിട്ട് കാര്യമില്ല. അത്ര ദൂരം വന്നത് വെറുതെ. കണ്ടാ ബ്ലോക്ക് ചെയ്യണ അതൊക്കെ ലോക്കൽസ് ആവും ചിലപ്പോ. ആരും വിടുന്നില്ല, ഇവരൊക്കെ വെയിറ്റിംഗ് അവിടെ. ഈ ടീം ആ ടീം അവിടെ ഉള്ളവരൊക്കെ. നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ആളെ വിളിച്ചോട്ടെ. എന്റെ എല്ലാ സ്ഥലത്തും പോയി മൂഞ്ചിപ്പോയി. നമ്മളെ ട്രിപ്പ് മൂഞ്ചിപ്പോയി. എന്തൊക്കെയായിരുന്നു. രാവിലെ നേരത്തെ പോണം, നല്ല ക്ലൈമറ്റ്, നല്ല ക്ലൈമറ്റ്, നല്ല മഴ, അടിപൊളി സ്ഥലം ഒക്കെ. വെറുതെ പോയ പടി തിരിച്ചത് അപ്പ തന്നെ തിരിക്കുക. അടുത്ത നമുക്ക് ഇവിടെ നിന്നിട്ട് ഇതൊക്കെ കാണാം, ഈ വെള്ളം ചാടുന്നത്. പട്ടപ്പേരക്കൊക്കെ വേണമെങ്കിൽ പോട്ടോ. ആ പട്ടപ്പേരയിലൊക്കെ വേണമെങ്കിൽ പോയിരിക്കാം. അപ്പൊ അടുത്ത് പന്നിറങ്ങണേന് കാവലിക്കാൻ സ്ഥലല്. എനിക്ക് ഭാഗ്യമില്ലെന്നില്ല മതിയാണ് നശിക. നീ ഒന്ന് ആലോചിക്കേ, അന്നത് പോലെ കല്യാണത്തിന് വന്നിട്ട് കാണാൻ വേണ്ടി വന്നിട്ട് അന്നും ചെയ്തില്ല തന്നെ. അങ്ങനെയൊക്കെ കുറച്ച് കൊമ്പത്താ. തൂങ്ങട്ടോ. പണ്ട് എന്തൊക്കെ പറഞ്ഞത്? തൂങ്ങണോ? എനിക്ക് എന്റെ വീട്ടിൽ പോണേ. ഭാഗ്യം നേരത്തെ വന്ന് ഉച്ചക്കൊക്കെ വന്നിട്ട് പോണെച്ചാലോ. സാരില്ല, ഇനിയിപ്പോ രണ്ടാട്ടാടിട്ട് ഗൈസ് നമുക്ക് പോയിട്ട് ഊഞ്ഞാലാടാം. അതാ മയിലിന് വേണമെങ്കിൽ കണ്ടോ. കാല് നിലത്ത് വിട്ടരുത്. ഞാൻ തൂങ്ങാനല്ല, കൂടി വീടാണല്ലോ. എന്തിനാ പറിച്ചെടുക്കാനാ? എന്തിനാ മരണ്ടാവും വീട്ടില്? എന്തിന്റെ ഇറക്ക് തൂങ്ങാനാ? അല്ലിക്കാട് തൂങ്ങാൻ. ഞാനെന്റെ വാഴയെങ്കിലും നോക്കട്ടെ. ആര് കളിക്കണം കൊച്ചിരാവാ? കടത്തില്ലേട്ടാ മയിലാണതേ. കവിത ആധിപത്യാണ്. ഏറ്റവും അറിയില്ല കേറാൻ വേണ്ടിട്ട് നമ്മള് ബാക്കിൽ ബസ് ഉണ്ട്. നെല്ലിയാമ്പതി പോകാനുള്ള ബസ്സായിരുന്നു. അപ്പൊ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോകുമ്പോ ബസ് അവിടെ നിന്ന് ബസ് കയറ്റി വിടുന്നൊരു ചിന്ത. അപ്പൊ ഞങ്ങൾ ബസ്സിന് പിടിക്കാണ്. ഈ സ്റ്റോപ്പ് കയറണം. നെല്ലിയാമ്പതിയിലേക്ക് ഈ സ്റ്റോപ്പ് കയറണല്ലോ. വണ്ടി ഇറങ്ങി വണ്ടി ഇവിടെ എവിടെയെങ്കിലും നിർത്തേണ്ടി വരും. അവിടെ തന്നെ നമ്മള് വീണ്ടും പോത്തുണ്ടെത്തി. അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ബസ് വന്നപ്പോ ബസ്സിൽ കയറി.
നെല്ലിയാമ്പതിക്ക് ബസ് കയറ്റി വിടുന്നതായിരിക്കും. അപ്പോൾ തന്നെയാണ് ബസ്സിൽ പോകുന്നത്. നെല്ലിയാമ്പതി എത്തിയില്ലേ? നമ്മൾ പെരുവഴിയിലായി. ഇനി എങ്ങനെ പോവാ? നിങ്ങളാണല്ലോ. അങ്ങനെ KSRTC ബസ് പിടിച്ചിട്ടൊന്നുമില്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ അത്? കുട്ടിക്കണ്ടാ പൊട്ടിക്കില്ലാട്ടാ മണ്ണിച്ചാകുമ്പോ നിങ്ങളോട് എന്താ പാട്ടൊക്കെ തരണ്ടല്ലോ? സ്ഥാനാർത്ഥിയാ? അയ്യോ, ഏത് നാട്ടത്താ? നോക്ക് ഗായ്സ്, അപ്പുറത്ത് ചാമ്പൊക്കെ നിക്കണ്ട്. പക്ഷെ അല്ലേ, ഇത് ചാമ്പ മരത്താണ്ടാട്ടോ. ഫുള്ള് ചാമ്പൊക്കെയായിട്ടുള്ളത്. നല്ല രസം പറഞ്ഞല്ലേ. വെള്ളച്ചാമ്പയ്ക്ക് നിൽക്കുന്നു ഗായ്സ് അപ്പുറത്ത്. അവിടെ ഫുള്ള് മൊന്തയാണ്, അല്ലെങ്കിൽ ഞാൻ പോയി പൊട്ടിച്ചിരുന്നത്. വാ, നമുക്ക് നെക്സ്റ്റ് കാണാം. നടന്ന് കാണാൻ പറ്റും. ഇല്ല, ഞാൻ പൊട്ടിയില്ല. അപ്പൊ ഞാനതിന് ചെയ്ത് തലയിട്ടില്ല. അയ്യോ, വെള്ളം. അയ്യോ, നനഞ്ഞ് പിന്തിരിഞ്ഞു. ഇപ്പൊ മാറിയ നാരകം. ഞാൻ ഷോപ്പിടിക്കുന്നു. സ്ട്രോബെറിയുടെ തൈ വെച്ചിട്ടുണ്ടാവും നമ്മളവിടെ. സ്ട്രോബെറി മേടിക്കാൻ കിട്ടിട്ട് ഞാൻ എന്തായാലും മേടിച്ചിട്ടേക്കാ. സ്ട്രോബെറി മീതപ്പുണു ഇപ്പൊ തന്നെ മൂക്കുത്തിയിരുന്നു. മുളക് മുളക് നീല മഞ്ഞ പച്ച മഞ്ഞല്ല. വള്ളി തൽക്കാലം വേണ്ട.
അല്ല അതിനും പോയിട്ടുള്ളതാ എന്തുണ്ടത്? ഇത് ഞാൻ അവിടുന്ന് ഓർമ്മിച്ച് പൊട്ടിച്ചു. ഞാൻ ചെയ്യണ്ടിട്ട് ആരും ചെയ്യരുത് കേട്ടോ. ഇവിടെ വന്നിട്ട് അങ്ങനെ പൊട്ടിക്കൽ ശിക്ഷ അർഹാണ്. ശിക്ഷ കിട്ടില്ല. തിന്ന് അതണ്ട പൊളിച്ച് കൂട്ടാലല്ല മീൻ കൂട്ടാലി കൂട്ടാനില്ല ഓറഞ്ചാ മതിരല്ലേ ആ ബാഗ് നനയ്ക്കാനായിട്ട് എങ്ങനെ ശരിയപ്പോ നിൽക്കായിരുന്നതാണെന്ന് ഞാൻ തട്ടാൻ ഇറങ്ങി വരികയാണെന്നല്ലേ വിചാരിച്ചു. പോട്ടെ അവിടെ നിന്നോ ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ആഗ്രഹമല്ലേ എത്ര പിന്നെ മരുന്നോ മാങ്ങണി വാങ്ങിത്തരാ. എന്താ എവിടെ നിക്കണ്? അമ്മായിടോടെ ഞാൻ പോട്ടെന്നാ. എത്ര ദിവസം കഴിഞ്ഞ് വരാ? ആശയ കറിയൊന്നും ചെയ്യരുതിട്ടാ, കറിയരുതിട്ടാ. അപ്പോൾ അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അമ്മായി അവിടെ നിന്ന് വരാൻ സമ്മതിച്ചില്ല. അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്നിട്ടെങ്കിൽ പിറ്റേ ദിവസം പുറത്തേക്ക് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചൊരു മല കാണാൻ വേണ്ടി പോയത്. മലൊന്നും കണ്ടില്ല. അപ്പോഴത്തെ പാടത്തേക്ക് പോയി മല കാണാൻ പറ്റിയില്ല. വഴിയൊക്കെ ആകെ തെറ്റിപ്പോയിട്ട് അവിടെ പോയപ്പോൾ ഇതാണ് ആ മല കേട്ടോ. പക്ഷെ കാണാൻ പറ്റിയില്ല. ൊക്കെ ഞാൻ ഇതാണ് സെജിയാത്ത ആലത്തൂരത്തെ അമ്മായി. പറഞ്ഞോ. ഇതാണ് സെജിയാത്താട്ടോ, നമ്മുടെ ആലത്തൂരത്തെ അമ്മായിയുടെ മൂത്ത മോള്. എന്താ തന്നെയാണ് കാണത്തില്ല എനിക്ക്. അപ്പൊ എന്നോടൊക്കെ കൊണ്ടിർത്താൻ പറഞ്ഞില്ലോ. അകർത്തു പിന്നെ ആകെ യൂട്യൂബിൽ വരും. അമ്മായി ഫേമസ് ആവുന്നു. മരുന്നെടുത്തോ പോർണോ പോട്ടെ മാമ പോട്ടെ.
പിടിക്ക്. ഇത് ഞാൻ പിടിച്ചോണ്ട് ഇത് പിടിക്കും. ഒന്നും എടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ മാമി. ഫോണ് ഹസ്ബൻഡ് മരുന്ന് കൊടുത്തുണ്ടാവും അല്ലെങ്കിൽ പാലക്കാട് ഉണ്ടാവും.